ഓക്കെ, ഇതെല്ലാവരും നോക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2 ടോപ്പിക്കിലും കൂടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടൂൾസ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ തിങ്സിലേക്ക് വരാം. ആൻഡ് അതിലൊന്നാണ് ഹെയ്ജൻ. കാരണം ഇത്രയും നേരം നമ്മൾ കുറച്ചധികം ടൂൾസിനെ കുറിച്ച് പറഞ്ഞു ആൻഡ് വീഡിയോ ജനറേഷൻ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഹെയ്ജൻ. അപ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ജനറേറ്റ് ചെയ്ത് തരും. അറ്റ് ദ സെയിം ടൈം ഫുൾ ടോപ്പിക്ക് പറഞ്ഞിട്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അവതാർ ക്രിയേറ്റ് ചെയ്യാം. പെയ്ഡ് ടൂളാണ് അതും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ സ്ക്രീനിൻ്റെ മുന്നിലേക്ക് ഇരുന്ന് നമ്മുടെ തന്നെ ഓൺ വീഡിയോ അവരൊരു കണ്ടന്റ് തരും, നമുക്കത് റീഡ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ അവതാർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ടോപ്പിക് ആണെങ്കിലും ChatGPT ഓർ എനി കൈൻഡ് ഓഫ് ടോപ്പിക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതേ വോയിസിൽ നമ്മുടെ അവതാർ തന്നെ നമുക്ക് വേണ്ടി റീഡ് ചെയ്ത് തരും. ആൻഡ് വി കാൻ ക്ലോൺ അവർ വോയിസ് ഓൾസോ. ഇവിടെ എനിക്ക് ഒരു ക്രെഡിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒരു വീഡിയോ ക്രിയേഷനിലേക്ക് വരാം. അവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് അവതാറാണ് വേണ്ടുന്നത്. ഇപ്പോൾ ഇതിനകത്തെല്ലാം മറ്റ് അവതാറുകളാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് പ്ലേ ചെയ്യാം. ഇപ്പം ചെറിയൊരു ഇത് വെച്ചിട്ട് 0.5 ക്രെഡിറ്റ്സ് ആണ് അതിനായിട്ട് ഉപയോഗിക്കുക. ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ അവതാർ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്തുമാത്രം കണ്ടന്റ് ആണ് റീഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇവിടെ നമുക്ക് ലാംഗ്വേജ് കൂടി ഓപ്റ്റ് ചെയ്യാം. നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന അതേ ലാംഗ്വേജിൽ തന്നെ നമ്മുടെ അവതാർ സംസാരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ യൂട്യൂബേഴ്സ് എല്ലാം തന്നെ ചെയ്യുന്ന വീഡിയോസ് ഇതാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് അവതാർ ഇരുന്നു വിത്ത് അവർ ബോഡി മോഷൻസ് അത് കൃത്യമായി തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ വേണമെന്നില്ല. കാരണം കണ്ടിന്യൂസ് യൂട്യൂബേഴ്സ് ഇല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ, അപ്പോൾ വൺ ടൈം ഇതിൽ തന്നെ സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുഴുവൻ നമ്മൾ വീഡിയോ മേടിക്കില്ല. ഒരാഴ്ചയാണ് മെനക്കെട്ടിരിക്കുന്നതെങ്കിൽ ഒരു മാസത്തേക്ക് പ്രീമിയം എടുക്കുന്നു. അതിനുശേഷം GPT-യിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു. മാക്സിമം വീഡിയോസ് നമ്മൾ വെക്കുന്നു ആൻഡ് നമ്മൾ യൂട്യൂബിൽ ഉൾപ്പെടെ ഷെഡ്യൂൾ ചെയ്യുന്നു. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് ഇഷ്യൂസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾക്ക് ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും നമ്മുടെ വീഡിയോസിനെ കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റും. Welcome to the AI workshop. Welcome to the AI workshop. Welcome to the AI workshop. ഇവിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിംഗ് ഉൾപ്പെടെ പക്ക പ്രോപ്പർ ആയിരിക്കും എന്നുള്ളതാണ്. Welcome to the AI workshop. ഈ ഒരു കണ്ടന്റ് മാത്രം കൊടുത്തത് കൊണ്ടാണ് അത് മാത്രം റീഡ് ചെയ്യുന്നത്. സോ ഈ ടൂൾ ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ഒന്ന് സൈനപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവോ? Yeah, we can opt those things. Sir, if you are cloning yourself, in that case you need to record your video and upload to those things and you need to read their paragraphs. In that condition, they will clone you yourself there. In your tone, only the language will change. Yeah, only in Pro. Our video. Our video. Yeah, Pro. And some of the avatars are in Pro, only in Pro. Only free version. Yeah.
But you know, In this, you will get some kind of credits or some kind of this much points, and you can utilize those things like that. once it uploads only for 1 month or maybe take No, no. In this condition, only the credits they will provide you. Actually, I have the developer credits of 20, and after this, all these demos, it reduced to 0.5. That's create video. ക്രിയേറ്റ് വീഡിയോ. നമുക്ക് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ Photo avatar. If you need photo avatar, there is an option. നമ്മൾ നമ്മുടെ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ Just to come to avatar option. Yeah. Sorry, just back. Go back. And create. പെയ്ഡാ Yeah. It's paid one. നമ്മുടെ വേണ്ട പെയ്ഡാണല്ലേ? Yeah. എല്ലാം പെയ്ഡാണ് കേട്ടോ. അതേപോലെ നമുക്ക് അതാരെയും കുറ്റമില്ല. ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡാണല്ലോ. ജസ്റ്റ് ഇത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി അല്ലേ? If you need the AI to do the script, you can do here also. Just to give the topic like that, you can just generate the video. ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ Okay. ഇയറിന് വേണ്ടിയുള്ള കണ്ടന്റുകൾ നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വിഷയം നമുക്ക് നമ്മളുള്ള എം ബി3 അങ്ങനെയുള്ള ഫയൽ നമുക്ക് ഇതിനകത്ത് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറ്റും. അങ്ങനെ പറ്റും. പറ്റും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നമുക്ക് ടെസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും മതി. സ്ക്രിപ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താലും Script add ചെയ്ത് കൊടുത്തിട്ട് you can select the speed, voice, type of pitch, everything you can control it. Or you can clone. If you are using the paid version, you can clone yourself. We can add all things. ലിമിറ്റ് വല്ലതും ഉണ്ടോ? ഇത്ര നേരത്തേക്ക് ഇത്ര ടൈം അങ്ങനെ വല്ലതും ഉണ്ടോ? 15 minutes, so and so. But depends upon the version we are buying. In the pro versions also, there are multiple options. Agent. Sir, don't worry. We will share all those links. Either mail or we will make the WhatsApp group and we will share all the documents there. ഈ സോഫ്റ്റ്വെയറിൽ ലിമിറ്റേഷൻ ഉണ്ടോ? ഒരു വട്ടം നമുക്ക് ജനറേറ്റ് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരു പ്രാവശ്യം. മലയാളം ലാംഗ്വേജ് ഇല്ലേ? ഇല്ല. ഇതിലേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ അടുത്ത ഒരു വീഡിയോ ജനറേറ്റിംഗ് ടൂളാണ് നിറോ AI, NEIRO. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഹാവ് മലയാളം ഓൾസോ. എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് മലയാളം സംസാരിക്കും എന്നുള്ളതാണ്.
ഒരു 95% ആക്യുറസി ഉണ്ട്. കാരണം എല്ലാ വേർഡും പ്രോപ്പർലി പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും 95% കൂടി നമുക്ക് മലയാളം സംഭാഷണം കൊടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ആണ് നീറോ. അപ്പോൾ ഹേജൻ ട്രൈ ചെയ്ത് തീർന്നവർക്ക് എല്ലാവർക്കും നീറോ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹേജൻ ആണ്. രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോഴേക്കും ഹേജന് ഇതിനേക്കാൾ ഒരു ഡബിൾ പ്ലസ് ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഓൺ അവതാർ, അതിൻ്റെ ഇമോഷൻസ്, ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലാംഗ്വേജ് സ്റ്റൈല് എല്ലാം തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. പക്ഷേ ഹേജൻ്റെ പ്രോപ്പർലി മലയാളം ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മലയാളം ഇതായിരിക്കും നല്ലത്. ഓക്കെ, ഇനി സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയി വരും. പ്ലേ ചെയ്യുന്നു. ഹേജനിൽ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ ആ ലിപ്സിങ്ക് കൂടി ക്ലിയർ ആയിക്കൊണ്ട് വീഡിയോ ജനറേറ്റ് ആവും. പറ്റും, പക്ഷെ പെയ്ഡാണ്. അതെ, ഇല്ല, പെയ്ഡാണ്. ഇതൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. പെയ്ഡാണ്. അച്ഛാ, ഇത്ര വേർഡ്സ് എന്ന് പറയുന്ന കൗണ്ട് ഉണ്ട്. ഇത്ര വേർഡ്സ് കഴിയും തോറും അവർ ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആവും. ഇതിൽ ഇൻസ്റ്റൻറ്റ് അവതാർ ക്രിയേറ്റ് ചെയ്യുന്നതിലും നമ്മുടെ അവതാർ ക്രിയേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യുന്നതാണ്. ഒരു വീഡിയോ റെക്കോർഡിങ്. നമ്മൾ ഇരുന്ന് നമ്മുടെ ഒരു വീഡിയോ എടുത്ത് അവർ പറയുന്ന എല്ലാം നമ്മുടെ സ്റ്റൈലിൽ വായിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി നമ്മളെ ക്ലോൺ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് അവർ റിമൂവ് ചെയ്ത് നമ്മുടെ ഒരു ക്ലോൺ ഉണ്ടാക്കും. അതിനുശേഷം വി ക്യാൻ യൂസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഏത് ബിസിനസ്, ഇല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ ഇരുന്ന് സംസാരിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു സുഹൃത്തിന്, നമുക്ക് ആ കണ്ടീഷൻസ് കൂടി സെറ്റ് ചെയ്തുകൊണ്ട് വി ക്യാൻ ജനറേറ്റ് ദ വീഡിയോസ്. അതെ, എന്നുവെച്ചാൽ അവിടെ ലിപ്സിങ്കിങ്ങും ഒക്കെ പ്രോപ്പർ ആവണമെന്നില്ല. എന്നുവെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ഒരു ഫോട്ടോ അവർ അനിമേറ്റ് ചെയ്യുന്നതാണ്. മറ്റേത് എക്സാക്ട്ലി നമ്മുടെ മോഷൻസ്, ജെസ്റ്റേഴ്സ് എല്ലാം ക്ലോൺ ചെയ്തെടുക്കുക. അപ്പോൾ അവർ പറയുന്ന വേർഡ്സ് എല്ലാം നമുക്ക് വായിക്കാൻ തരുന്നത് അത്തരത്തിൽ റിലേറ്റഡ് ആയിരിക്കും. ടഫ് വേർഡ്സ്, സിമ്പിൾ വേർഡ്സ്, ഇതിനൊക്കെ എങ്ങനെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോകുന്നു. നമുക്കൊരു 1-2 ടോപ്പിക്സും കൂടി വെച്ച് ജനറൽ ടോപ്പിക്സ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഓവർ. അച്ഛാ, കുറച്ച് പേര് ഓക്കെയാണ്, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇനി ഒരു ടൂളും കൂടി. അല്ല, കുറേ പേർക്ക് നല്ല യൂസായി, ബെറ്റർ ബേസായി, അവർ ഹാപ്പിയാണ്. ബട്ട് എല്ലാവരും കുറേ പേര് കിളി പോയി. ഞാൻ അവിടെ ഇരുന്ന് അടുത്തൊരു ടൂൾ എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ അവർ ഇനിയും. ഞാൻ ഇന്നലെ അയച്ച ആ ലിസ്റ്റ് തന്നെ കണ്ടില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിലേ യൂസ് ഉള്ളൂ. ആ ആ അത് പരാതി പറയണോ? ഒന്നും ചെയ്യണ്ട, നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അല്ല,
അപ്പം എനിക്കിതിൽ ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഫ്ലെയർ എന്ന് പറയുന്ന സാധനം. കാരണം ഞാൻ കുറച്ചധികം ആൾക്കാർക്ക് വേണ്ടി ഞാൻ പ്രൊഫഷണലായിട്ട് ചെയ്തു കൊടുത്തു. അതൊക്കെ ഭയങ്കരമായിട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എക്സാക്റ്റ് ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ എടുത്താൽ എങ്ങനെ ഇരിക്കും അതേ ഫ്ലെയർ. എന്നുവെച്ചാൽ നമ്മുടെ ഇമേജസ് നമ്മുടെ പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ ബോട്ടിലാണെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് നമ്മൾ എവിടെയാണ് ഇരിക്കേണ്ടത്, ഇൻസൈഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം അതെല്ലാം കറക്റ്റ് പ്രോംപ്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ക പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന അതേ ഇത് വരുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ് ഇരിക്കേണ്ടെങ്കിൽ നമുക്ക് കൈയുടെ ജസ്റ്റ് ഒരു കറുത്ത ലൈനാണെങ്കിൽ പോലും നമുക്ക് അവിടെ കൊണ്ടുവച്ച് യൂസ് ചെയ്യാം. ഞാൻ ഇന്നലെ അയച്ചു തന്ന ലിസ്റ്റിലുണ്ട്.